ലോകകപ്പ് ഫുട്ബോളിലെ ഉജ്ജ്വല പ്രകടനത്തിന് പിന്നാലെ സ്പാനിഷ് മധ്യനിര താരം റോഡ്രിക്കായി പോരടിച്ച് സ്പാനിഷ് ക്ലബ്ബുകൾ. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരത്തെ ടീമിലെത്തിക്കാൻ സ്പാനിഷ് വമ്പന്മാരായ ബാഴ്സലോണയും റയൽ മാഡ്രിഡും ശക്തമായി രംഗത്തുണ്ട്. റോഡ്രി ബാഴ്സലോണയ്ക്ക് കൈകൊടുക്കുമെന്നാണ് റിപ്പോർട്ട്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിനിന്റെ വിജയക്കുതിപ്പിന് ചുക്കാൻ പിടിച്ച പോരാളി. മധ്യനിരയിൽ കളി മെനയുന്നതിലും എതിരാളികളുടെ നീക്കങ്ങൾ തടയുന്നതിലും ഒരുപോലെ മികവ് കാട്ടിയ റോഡ്രി ടൂർണമെന്റിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരവും സ്വന്തമാക്കിയിരുന്നു. കളിക്കളത്തിലെ ഈ അപാര ഫോം തന്നെയാണ് താരത്തെ കൈക്കലാക്കാൻ വൻകിട ക്ലബ്ബുകളെ പ്രേരിപ്പിക്കുന്നത്. സ്പാനിഷ് കരുത്തരായ FC ബാഴ്സലോണയാണ് റോഡ്രിക്കായി ഇപ്പോൾ ശക്തമായ രംഗത്തുള്ളത്. 45 ദശലക്ഷം യൂറോയുടെ ഓഫറാണ് ബാഴ്സ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ തുകയ്ക്ക് താരത്തെ വിട്ടുകൊടുക്കാൻ മാഞ്ചസ്റ്റർ സിറ്റി തയ്യാറല്ല. 81 ദശലക്ഷം ഡോളറെങ്കിലും ലഭിച്ചാൽ മാത്രമേ റോഡ്രിയെ വിൽക്കൂ എന്നാണ് സിറ്റിയുടെ നിലപാട്. അതേസമയം ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട മറ്റൊരു കൗതുകകരമായ വാർത്തയും പുറത്തുവരുന്നുണ്ട്. 2019 അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് സിറ്റിയിലേക്ക് മാറുമ്പോൾ പരിശീലകൻ പെപ് ഗ്വാർഡിയോള സിറ്റി വിട്ടാൽ റോഡ്രിക്ക് സ്പാനിഷ് ക്ലബ്ബുകളിലേക്ക് മടങ്ങാമെന്നൊരു വ്യവസ്ഥ കരാറിലുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ബാഴ്സലോണയ്ക്ക് പുറമെ റയൽ മാഡ്രിഡും താരത്തിൽ വലിയ താൽപര്യം അറിയിച്ചിട്ടുണ്ട്. റയലിന്റെ നിലവിലെ ഡിഫൻസീവ് മധ്യനിര ഭദ്രമാക്കാൻ റോഡ്രിയെ പോലൊരു താരം അത്യാവശ്യമാണെന്നാണ് വിലയിരുത്തൽ. ബാഴ്സയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച ശേഷമാകും റയൽ ഔദ്യോഗിക ഓഫർ സമർപ്പിക്കുക. സ്പെയിനിന്റെ ആക്രമണങ്ങൾക്കെല്ലാം തുടക്കമിട്ടത് റോഡ്രിയിൽ നിന്നായിരുന്നു. റോഡ്രി, കുക്കുറേ, ഓൾമോ സഖ്യത്തിന്റെ മുന്നേറ്റങ്ങൾ വലത് വിങ്ങിൽ ലമീൻ യമാലിലെത്തിച്ച് ഫിനിഷ് ചെയ്യുന്നതായിരുന്നു ടീമിന്റെ പ്രധാന തന്ത്രം. പ്രതിരോധത്തിന് കരുത്തു പകരുന്നതിനൊപ്പം കൃത്യതയുള്ള പാസുകളിലൂടെ കളി നിയന്ത്രിച്ച റോഡ്രിയുടെ ഈ മികവ് തന്നെയാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിലും താരത്തെ മുൻപന്തിയിൽ നിർത്തുന്നത്. സ്പോർട്സ് ഡെസ്ക്, ജനം.